ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ടയിൽ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി കിടുക്കൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണെന്ന് പറയാൻ പോകുന്നത്. ഒടുവിൽ സച്ചിദാനന്ദന്റെ എല്ലാ തട്ടിപ്പുകളും കനക കയ്യോടെ പിടികൂടുകയാണ്. നന്ദുവിന് വേണ്ടി അയാളെ വിവാഹം ആലോചിച്ചതിൽ ഗോവിന്ദനും കനകയും ഉൾപ്പെടെയുള്ളവർക്ക് കുറ്റബോധം തോന്നുകയാണ്. തുടർന്ന് എല്ലാവരും ചേർന്ന് നന്ദുവിന്റെയും അനിയുടെയും വിവാഹം മംഗളകരമായി തന്നെ നടത്തിക്കൊടുക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള പ്രത്യേക വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നന്ദുവും അനിയും കൂടെ കറങ്ങി നടക്കുന്നതും അവരങ്ങനെ അടിച്ചു പൊളിക്കുന്നതുമെല്ലാം നാട്ടിലെല്ലാം സംസാരമായി. അനാമികയ്ക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും സഹിക്കുന്നില്ല. തൻ്റെ എല്ലാ ദുരിതങ്ങൾക്കും അനിയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന അനാമികയാണെങ്കിൽ അനിയോടും നന്ദുവിനോടും ഒക്കെ പ്രതികാരം ചെയ്യാനുള്ള കടുത്ത വൈരാഗ്യത്തിന്റെ പേരിൽ അനിയും നന്ദുവും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിന്റെ രംഗങ്ങളെല്ലാം തന്റെ മൊബൈലിൽ പകർത്തുകയും അത് പിന്നെ CI സച്ചിനെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. സച്ചിയുടെ മനസ്സിലാണെങ്കിലും അനിയെ കൊല്ലാനുള്ള ദേഷ്യവും പകയുമാണ്. താനും നന്ദുവും തമ്മിലുള്ള വിവാഹം കഴിയുന്നതുവരെ അനി ജയിലിൽ തന്നെ കിടക്കണം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ സച്ചി പിന്നീട് നടത്തുന്നുണ്ട്. പിന്നീട് സച്ചി ഗോവിന്ദന്റെയും കനകയുടെ അടുത്തെത്തി താനും നന്ദുവും തമ്മിലുള്ള വിവാഹ നിശ്ചയം വേഗം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും അനുയോജ്യമായ ദിവസം അറിയുന്നതിനായി ഒരു ജ്യോത്സ്യനെ കണ്ടിട്ട് വരാമെന്ന് ഗോവിന്ദനോട് പറയുന്ന കനകം അതിനുവേണ്ടി പുറപ്പെടുന്നു. കനകം പോയത് സ്ഥിരമായി പോകാറുള്ള ആ ജ്യോത്സ്യന്റെ അടുത്തേക്ക് തന്നെയായിരുന്നു. ആ സമയം ജ്യോത്സ്യൻ കനകയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിപ്പോൾ നിങ്ങളുടെ മകളുടെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. നന്ദുവിന് അനന്തപുരിയിലെ അനി തന്നെയാണ് വിധിച്ചിട്ടുള്ളത് എന്നും ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട കനകമാണെങ്കിൽ, എന്റെ ജ്യോത്സ്യരെ, ആ ബന്ധം ഒരു കാലത്തും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. അതിനാൽ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ ഒട്ടും താല്പര്യമില്ല. കനക അങ്ങനെ പറഞ്ഞിട്ടുകൂടെ ജ്യോത്സ്യൻ തിരിച്ചു പറയുന്നത്, മനുഷ്യർ എത്ര ശക്തിയായി എതിർപ്പ് പ്രകടിപ്പിച്ചാലും ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ മാത്രമേ ഒടുവിൽ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെയാണ്. ഇത് കേട്ടപ്പോൾ കനകയ്ക്ക് നല്ല ദേഷ്യമാകുന്നുണ്ട്. അവർ ജ്യോത്സ്യനോട് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇനി ഞങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് ഒരു നല്ല സമയമൊന്നും കുറിച്ച് തരേണ്ട, ഞാൻ പോവുകയാണ് എന്ന്. കനക അതും പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ജ്യോത്സ്യൻ വേഗം അവരെ തടയുന്നുണ്ട്. അയ്യോ, അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്തായാലും നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നല്ലൊരു മുഹൂർത്തം തന്നെ കുറിച്ചു തരാം. അതിന്റെ പേരിൽ നിങ്ങൾ ഇനി എന്നോട് പിണങ്ങി പോകണ്ട. എന്നെ എപ്പോഴും വന്ന് കാണുന്ന ആളാണല്ലോ നിങ്ങൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സച്ചിയുടെയും നന്ദുവിന്റെയും വിവാഹ നിശ്ചയത്തിനായി ചടങ്ങുകൾ നടത്താനുള്ള വിശിഷ്ടമായ ഒരു സമയം തന്നെ കനകത്തിന് കുറിച്ചു നൽകി. കനകയ്ക്കാണെങ്കിലും സന്തോഷമായി. മുഹൂർത്തം കുറിച്ചതിന്റെ ഈ സന്തോഷ വാർത്ത സച്ചിയെ നേരിട്ട് തന്നെ അറിയിക്കണമെന്നുള്ള തീരുമാനത്തിൽ കനകം അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. എന്നാൽ സ്റ്റേഷനിൽ വെച്ച അമ്മയെ കണ്ട നന്ദു അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്, പതിവില്ലാത്ത ഈ വരവ് എന്തിനാണെന്ന്. അതുമോളെ, ഞാനൊരു നല്ല വാർത്ത പറയാൻ വന്നതാണ്. സച്ചിമോൻ എവിടെ? അവനോട് നിന്നോട് ഒന്നിച്ചു പറയാനായിരുന്നു എൻ്റെ പ്ലാൻ. അതേസമയം നന്ദു കനകയെ അറിയിക്കുന്നുണ്ട്, ഇതെന്റെ ഡ്യൂട്ടി സമയമാണ്. മാത്രമല്ല സച്ചി സാർ ഇപ്പൊ ലീവിലാണെന്നും അറിയിക്കുന്നു. കനകത്തിന് അത് കേട്ട് ആശങ്കയാവുന്നുണ്ട്. സച്ചി എന്തിനാണ് ലീവ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാകും, അതൊക്കെ ഞാൻ എന്തിനാണ് അന്വേഷിക്കാൻ പോകുന്നതെന്ന് നന്ദു ചോദിക്കുന്നുണ്ട് കനകയോട്. എന്നാൽ കനകം പറയും, ഇനി മുതലേ നീ എല്ലാം അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്തം ഞാൻ കുറിച്ചു. നല്ലൊരു ദിവസം തന്നെ മോതിരമാറ്റം നടത്തണം. നന്ദുവിന് ആകെ ടെൻഷനാവാൻ തുടങ്ങി. ഈശ്വര, ഇതെന്തിന്റെ തുടക്കമാണ്? എന്തായാലും അമ്മ എന്തൊക്കെ കരുതിയാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലെത്തി അച്ഛനോടും അമ്മയോടും സംസാരിക്കാം എന്നിങ്ങനെ നന്ദു തീരുമാനിക്കുകയാണ് മനസ്സിൽ. തുടർന്ന് നന്ദു കനകത്തോട് പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകണ്ട, നേരെ വീട്ടിലേക്ക് പോയിക്കോ. ഇവിടുത്തെ വണ്ടിയിൽ ഞാൻ ആക്കിത്തരാം. എന്നാൽ അതൊന്നും വേണ്ടെന്നും ഈ നല്ല വാർത്ത ചൂടോടുകൂടി തന്നെ സച്ചിമോനെ അറിയിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് കനകം സച്ചി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ സച്ചിയുടെ വാഹനം പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അത് കാണുമ്പോൾ കനകയ്ക്ക് സന്തോഷമാവുന്നു. ഓ, സച്ചിമോൻ ഇവിടെ തന്നെയുണ്ട്. എന്തായാലും ആ സന്തോഷം ഇപ്പം തന്നെ അറിയിച്ചേക്കാം. ആവേശത്തോടെ അങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നതും പെട്ടെന്നാണ് ഒരു സ്കൂട്ടറും ഒരു സ്ത്രീയുടെ ചെരുപ്പും കനകം ശ്രദ്ധിക്കുന്നത്. സച്ചിമോനെ കാണാൻ ആരോ വന്നിട്ടുണ്ടല്ലോ, ഒരുപക്ഷെ അമ്മയായിരിക്കാം. ഇങ്ങനെയും ചിന്തിച്ചുകൊണ്ട് കനകം വീടിന്റെ പരിസരമൊക്കെ നിരീക്ഷിച്ചെങ്കിലും പുറത്ത് ആരെയും കണ്ടില്ല. ആ സമയം ജനലിന്റെ ഉള്ളിലൂടെ കനകം ഒരു കാഴ്ച കാണുന്നു. അത് വേറെ ഒന്നുമല്ല, സച്ചിയും വേറൊരു യുവതിയും കിടപ്പുമുറിയിലിരിക്കുന്നു. സച്ചി അവളോട് സംസാരിക്കുന്നതൊക്കെ കനകം പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി. സച്ചി പറയുന്നത് ഇങ്ങനെയാണ് അവളോട്, ചിലപ്പോൾ എൻ്റെ വിവാഹം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും, നീ ടെൻഷനൊന്നും ആവണ്ട. വിവാഹം കഴിഞ്ഞാലും നമ്മൾ ഇരുവരും ഇപ്പോഴുള്ളതുപോലെ തന്നെ തുടരും. അതൊക്കെ എനിക്ക് അറിയാം സച്ചിയേട്ടാ. എന്നാലും ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ, അത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മിടുക്കിയായ ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്. അവളെ എൻ്റെ സ്വന്തമാക്കണമെന്നുള്ളത് എൻ്റെ ഒരേ ഒരു ആഗ്രഹമാണ്. അതോടൊപ്പം വാശിയും. അനന്തപുരിയിലെ ഒരു പയ്യൻ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ അവളെ അവന് വിട്ടുകൊടുക്കില്ല. അവളെ എൻ്റെ ഭാര്യയാക്കി എൻ്റെ കാൽക്കീഴിലാക്കും ഞാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സച്ചിയും ആ പെണ്ണും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് കേൾക്കുന്നതും കനകയാകെ ഞെട്ടിത്തെറിച്ചു പോകുന്നു. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, ചതിയൻ, നീ എൻ്റെ മോളെ വഞ്ചിക്കുകയായിരുന്നല്ലേടാ. എനിക്കും ഗോവിന്ദേട്ടനുമാണ് അബദ്ധം പറ്റിയത്.
എന്തായാലും ഇവന് ഉചിതമായിട്ടുള്ള മറുപടി തന്നെ കൊടുക്കണം. ഇവന്റെ ഈ സ്വഭാവം ഇപ്പം എനിക്ക് മനസ്സിലായല്ലോ. എന്റെ മകളെ ചതിക്കാൻ നോക്കി ഇവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇങ്ങനെയും മനസ്സിൽ കുറിച്ചിട്ട് കനകം നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. കനകയുടെ മുഖഭാവം ശ്രദ്ധിക്കുന്ന ഗോവിന്ദനാണെങ്കിൽ എന്താണ് സംഭവിച്ചത്, നീ എന്താ ഇത്ര ദേഷ്യത്തിൽ വരുന്നത്, മുഹൂർത്തം കുറിച്ചതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ തിരക്കുമ്പോൾ കനക ആണെങ്കിൽ അതിരുവിട്ട ദേഷ്യത്തിൽ തന്നെ ഗോവിന്ദന് മറുപടി കൊടുക്കുകയാണ്. മുഹൂർത്തത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, നമ്മുടെ മകളെ ചതിക്കാൻ നടക്കുന്ന ഒരുവനെ കുറിച്ചാണ്. അതെ, നമ്മുടെ മോളെ സ്വന്തമാക്കാനുള്ള സച്ചിയുടെ ആഗ്രഹം വെറും വാശിയും പകയും മാത്രമാണ് ഗോവിന്ദേട്ട. അങ്ങനെ തുടർന്ന് സച്ചിയുടെ ക്വാർട്ടേഴ്സിൽ കണ്ട കാഴ്ചകളും അയാൾ മറ്റൊരു സ്ത്രീയുമായി ചേർന്ന് നന്ദുവിനെ തന്റെ കാൽ കീഴിലാക്കാൻ നടത്തുന്ന ഗൂഢാലോചനകളും എല്ലാം കനകം ഗോവിന്ദനോട് വിശദീകരിച്ചു. ഇത് കേട്ട് ഗോവിന്ദനും ആകെ സ്തബ്ധനായി പോവുകയാണ്. സച്ചിയോ, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല കനകെ. അവന്റെ നല്ല വാക്കുകളും പെരുമാറ്റവും വെറും നാടകം മാത്രമായിരുന്നു. അപ്പോ എന്റെ മോളെ വിഡ്ഢിയാക്കാൻ അവൻ എങ്ങനെ ഇത്ര ധൈര്യം വന്നു? കനക അപ്പം മറുപടി കൊടുക്കുന്നുണ്ട്. അതെ ഗോവിന്ദേട്ട, അതിനാലേ ഇനി ഒരു നിമിഷം പോലും ഈ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ തന്നെയാണ് ഇനി അവന്റെ മുഖംമൂടി വലിച്ചു കീറേണ്ടത്. നമ്മുടെ മകളുടെ ജീവിതം അപകടത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗോവിന്ദനും അതേ അഭിപ്രായത്തിൽ തന്നെ. ശരിയാണ് കനകെ, നീ പറഞ്ഞത് സത്യമാണ്. എന്തായാലും ഞാൻ ഉടനെ തന്നെ അവനെ വിളിക്കട്ടെ. ഈ ബന്ധം ഇവിടെ വെച്ച് തന്നെ അവസാനിച്ചു എന്ന് ഞാൻ അവനോട് വ്യക്തമാക്കാം. ഇതും പറഞ്ഞ് ഗോവിന്ദൻ ദേഷ്യത്തോടെ ഫോൺ എടുക്കുന്നതും കനക ഗോവിന്ദനെ തടയുന്നുണ്ട്. വേണ്ട, ഫോണിലൂടെയുള്ള ഒരു സംസാരത്തില് അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അവന്റെ തനിനിറം അവന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ വെച്ച് നമ്മൾ തന്നെ തുറന്നു കാട്ടണം. ഇപ്പൊ ഈ മുഹൂർത്തം കുറിച്ച് അതിന്റെ സന്തോഷം അറിയിക്കാനാണെന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് അവന്റെ വീട്ടിലേക്ക് പോകാം ഗോവിന്ദേട്ട. അങ്ങനെ കനകയുടെ നിർബന്ധത്തിന് വഴങ്ങി ഗോവിന്ദനും വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിച്ച് സന്തോഷം അറിയിക്കാനാണെന്ന് പറഞ്ഞ് സച്ചിയുടെ വീട്ടിലേക്ക് നേരിട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. ഗോവിന്ദന്റെ വാക്കുകളിൽ ഒട്ടും സംശയം തോന്നാതിരുന്ന സച്ചിയാണെങ്കിൽ സന്തോഷത്തോടെ തന്നെ അവരെ സ്വാഗതം ചെയ്തു. എന്റെ മകളെ തന്റെ കാൽ കീഴിലാക്കാനുള്ള അവന്റെ ദുഷ്ടലാക്ക് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ് കനക ഗോവിന്ദനോടൊപ്പം ഒരുങ്ങിയിറങ്ങുന്നത്. അങ്ങനെ അവർ സച്ചിയുടെ വീട്ടിലെത്തുമ്പോൾ സച്ചിയുടെ അമ്മയും അമ്മാവനും അവിടെ ഉണ്ടായിരുന്നു. കനകത്തിനെയും ഗോവിന്ദനെയും ഒക്കെ അവർ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. മുഹൂർത്തം കുറിച്ചതിന്റെ സന്തോഷം അവർ പരസ്പരം പങ്കുവച്ചു. നിങ്ങളുടെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്റെ മോളെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അവളൊരു പോലീസ് ഓഫീസറല്ലേ, എന്റെ മോളെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് കനകം സംസാരത്തിന് തുടക്കമിട്ടു. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. നിങ്ങളുടെ മകളെ ഞാൻ പൊന്നുപോലെ നോക്കും. അതിന് തടസ്സമായി ആര് വന്നാലും അതൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ല. സച്ചിയുടെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ കനകം ഗോവിന്ദനെ നോക്കി ഒന്ന് കണ്ണടച്ചു. എന്നിട്ട് സച്ചിയുടെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു, മോനെ, നിന്നെ കാണാൻ ഇന്നലെ നിന്റെ ക്വാർട്ടേഴ്സിൽ വേറെ ആരാണ് വന്നിരുന്നത്? സച്ചി ഒരു നിമിഷം ഞെട്ടി. എങ്കിലും മുഖത്തെ ഭാവം മറച്ചു പിടിച്ച് പറഞ്ഞു, ആരെങ്കിലും എന്റെ കൂട്ടുകാർ വന്നിരിക്കാം. എന്താ കാര്യം അമ്മേ? ഇപ്പൊ കനകയാണെങ്കിൽ ശബ്ദം കടുപ്പിച്ചുകൊണ്ട് തന്നെ പറയാ, നിന്റെ കൂട്ടുകാരോ? അതൊരു സ്കൂട്ടറും ഒരു പെൺകുട്ടിയുടെ ചെരുപ്പുമായിരുന്നു. അല്ല, അവളിപ്പോ നിന്റെ റൂമിലുണ്ടോ? ഇതങ്ങോട്ട് കേൾക്കുന്നതും സച്ചിയുടെ മുഖമൊക്കെ വിളറുന്നുണ്ട്. സച്ചിയുടെ അമ്മയും അമ്മാവനും ഒക്കെ അമ്പരന്ന് അവനെ തന്നെ നോക്കി. സച്ചി കനകയോടായിട്ട്, അത് പിന്നെ അമ്മേ, അതെന്റെ ഒരു കസിനായിരുന്നു, അവള് പെട്ടെന്ന് എന്നെ കണ്ടിട്ട് പോയതാണ്. ഇങ്ങനെ സച്ചി പതർച്ചയോടെ കള്ളം പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ടെങ്കിലും കനക പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പറയാ, മതി സച്ചി, ഇനി നീ കൂടുതൽ അഭിനയിക്കണ്ട. നീ ശരിക്കും എന്റെ മോളെ കെട്ടാൻ പോവുകയാണോ അതോ അവളെ പറ്റിക്കാൻ വന്നതാണോ? പെൺകുട്ടികളെ കളിയാക്കാൻ നീ ആരാടാ? നീ വേറൊരുത്തിയെ കൂട്ടി റൂമിലിരുന്ന് എന്റെ മോളെ നിന്റെ കാൽ കീഴിലാക്കുമെന്ന് പറഞ്ഞത് ഈ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ. ഏതായാലും കനകയുടെ ഈ വാക്ക് സച്ചിക്കും വീട്ടുകാർക്കും ഒരു ഇടിത്തി പോലെയായിരുന്നു. സച്ചി തലകുനിച്ചു നിന്നു. സച്ചിയുടെ അമ്മയാണെങ്കിലും സങ്കടവും ദേഷ്യവും ഒക്കെ അടക്കാനാവാതെ സച്ചിയുടെ നേർക്ക് തിരിഞ്ഞു. കാരണം അവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് സച്ചിയുടെ വിവാഹം, നന്ദുവായിട്ടുള്ള വിവാഹം. ഒന്ന് കനകം പറയുന്നുണ്ട്, ഇതാണ് നിങ്ങളുടെ മകൻ. ഇവൻ ഞങ്ങളുടെ മകളെ ചതിച്ച് അവൾക്ക് മാനസികമായിട്ട് മുറിവേൽപ്പിക്കാൻ നോക്കിയ ഒരു ചതിയനാണ്. ഈ മുഹൂർത്തവും വിവാഹവും ഒന്നും ഞങ്ങൾക്കിനി വേണ്ട. എന്റെ മോളെ തന്റെ വാശിക്ക് വേണ്ടി മാത്രം സ്വന്തമാക്കാൻ നോക്കിയ നീയുമായിട്ടുള്ള ഈ ദുഷിച്ച ബന്ധം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്ന് ഗോവിന്ദനും ദേഷ്യത്തോടെ പ്രഖ്യാപിക്കുന്നുണ്ട് കേട്ടോ. കനകയാണെങ്കിലും, എടാ ചതിയ, നീ എന്റെ മോളെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? നീയും ആ അനാമികയുടെയും വേണുവിന്റെയും കൂടെ കൂടിയെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്കൊരു സംശയം തോന്നിയതാണ്. പക്ഷേ നീ ഇത്രയും വലിയ ഫ്രോഡാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കനകം നമ്മുടെ സച്ചിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. നിനക്കെന്റെ മോളെ ഇനി വിവാഹം കഴിക്കാൻ കഴിയില്ലടാ, എന്റെ മോളിതറിഞ്ഞ നിന്നെ പിന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് സച്ചിയുടെ കാരണം നോക്കി കനകൻ 2 അടിയും കൊടുത്തു. നിന്റെ ഒരു വിവാഹ നിശ്ചയ മുഹൂർത്തം എന്ന് പറഞ്ഞ് മുഹൂർത്ത പേപ്പറൊക്കെ കീറി എറിഞ്ഞുകൊണ്ടാണ് കനകയും ഗോവിന്ദനും കൂടെ അവിടെ നിന്നും പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സച്ചിയാണെങ്കിൽ, ഇവർക്ക് വരാൻ കണ്ട സമയം എന്ന് ദേഷ്യത്തോടെ മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട്. വീട്ടിലെത്തിയ ഗോവിന്ദനും കനകയും നന്ദുവിനോട് നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നന്ദു പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അല്ലെങ്കിലും അമ്മേ, ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അയാൾക്ക് എന്തോ ഒരു വക്രതയുണ്ടെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാണ്. നിങ്ങളത് ഇപ്പം അറിഞ്ഞെന്നേ ഉള്ളൂ.
ഞാനതൊക്കെ കുറച്ച് മുമ്പേ അറിഞ്ഞ കാര്യമാണ്. നിങ്ങളല്പം വൈകിയാണെങ്കിലും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു തുള്ളിച്ചാടി അകത്തേക്ക് പോയി. നന്ദു ഉടനെ തന്നെ അനിയെ ഫോൺ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. അനിയാണെങ്കിലും ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു, അവൻ അങ്ങനെ തന്നെ വേണം. നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നന്നായി കിട്ടിക്കാണുമല്ലോ. അതെ അനി, എന്റെ അമ്മയല്ലേ, എന്റെ കൈക്കരുത്ത് കുറച്ചൊക്കെ അമ്മയ്ക്കും കിട്ടിയിട്ടുണ്ട്. അമ്മ അയാളുടെ കാരണം നോക്കി പുകച്ചെന്നാണ് പറഞ്ഞത്. നാളെ അയാൾ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അറിയാം ബാക്കി കാര്യം. പിറ്റേന്ന് രാവിലെ നന്ദു പതിവില്ലാത്ത സന്തോഷത്തോടെയാണ് സ്റ്റേഷനിലേക്ക് പോയത്. എന്നാൽ അന്നേ ദിവസവും സച്ചി അവിടെ ഹാജരായിരുന്നില്ല. അവൻ വീണ്ടും അവധിയിലായിരിക്കും എന്നവൾ ഊഹിച്ചു. സച്ചി സാർ ഇന്ന് ലീവാണോ എന്ന് സന്തോഷത്തോടെ വന്ന് നന്ദു കോൺസ്റ്റബിളിനോട് തിരക്കുമ്പോൾ, സാറിനെ കണ്ടില്ലെങ്കിൽ മാഡത്തിന് ഒരു സമാധാനവും ഇല്ലേ എന്ന് കോൺസ്റ്റബിൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നന്ദുവിനോട് തിരിച്ച്. അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് നന്ദു ചിരി അടക്കുന്നുണ്ട്. എന്നാൽ താമസിയാതെ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ സച്ചിയെക്കുറിച്ച് പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് നന്ദുവിനോട്. സച്ചി സ്ഥലം മാറ്റത്തിനായി അപേക്ഷ നൽകിയിരുന്നുവെന്നും അത് അംഗീകരിച്ചതിനാൽ സച്ചി സാർ ട്രാൻസ്ഫർ വാങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നും. എന്തായാലും ആ ദുരിതം ഒഴിഞ്ഞു കിട്ടിയതിൽ നന്ദുവിന് വലിയ ആശ്വാസമാകുന്നു. പക്ഷേ ഈ സമാധാനം അധികം നാൾ നീണ്ടു നിന്നില്ല. നന്ദുവും അനിയും തമ്മിൽ അടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അനാമികയാണെങ്കിൽ അവർ ഒരുമിക്കാതിരിക്കാൻ ഒരു മാരകമായ പദ്ധതി പിന്നീട് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അനി മരണപ്പെട്ടാൽ പോലും അവരൊന്നിക്കരുത് എന്ന ദുർവാശിയായിരുന്നു അനാമികയ്ക്ക്. അനിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള എല്ലാ ആസൂത്രണങ്ങളും അനാമികയും കൂട്ടരും ഒരുക്കുന്നതാണ് പിന്നീട്. ഒരു ദിവസം ജോലി കഴിഞ്ഞിറങ്ങിയ അനിയുടെ ബൈക്കിന്റെ ബ്രേക്ക് വേണു രഹസ്യമായി മുറിക്കുന്നു. അതേസമയം നന്ദുവിന് അനിയുടെ ജീവന് ഭീഷണി എന്നുള്ളൊരു അജ്ഞാത മുന്നറിയിപ്പ് ലഭിക്കുകയാണ്. ഇത് കേൾക്കുന്ന നന്ദു ആകെ പരിഭ്രമിച്ച് അനിയെ വിളിക്കുന്നുണ്ടെങ്കിലും അനി ബൈക്കിൽ കയറിയിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ബ്രേക്ക് പോയതറിഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്കിൽ അനി അപകടത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. ബൈക്ക് പൂർണ്ണമായും നിയന്ത്രണം വിട്ട് കരണം മറിയുന്ന കാഴ്ച നന്ദു ദൂരെ നിന്നും കണ്ടു. എന്തായാലും നന്ദു അപ്പോഴേക്കും പോലീസ് സൈറൻ മുഴക്കി ജീപ്പുമായി അതിവേഗം പാഞ്ഞെത്തി. ലോറിയുമായി കൂട്ടിയിടിക്കുന്നതിന് തൊട്ടുമുമ്പ് ജീപ്പിന് സമാന്തരമായി വാതിൽ തുറന്ന് കൈനീട്ടി അവൾ അനിയെ വലിച്ചെടുത്ത് തന്റെ ജീപ്പിനുള്ളിലേക്ക് തള്ളി. നിമിഷങ്ങൾക്കകം ബൈക്ക് തകർന്നുപോയി. അനിക്ക് പരിക്കേറ്റെങ്കിലും നന്ദു ആശ്വാസത്തോടെ പുറത്തിറങ്ങി ബൈക്കിനരികിലേക്ക് ഓടി. ബ്രേക്ക് കേബിളുകൾ മുറിച്ചു മാറ്റിയത് കണ്ട നന്ദു ഇത് അനാമിക ആസൂത്രണം ചെയ്ത കൊലപാതക ശ്രമമാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. ഇനി നിന്റെ ജീവന് ഭീഷണിയുണ്ട്, നീ ഒറ്റയ്ക്ക് പോകരുത് എന്ന് അനിക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷം അനാമികയെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അങ്ങനെ ആ ചോദ്യം ചെയ്യലിൽ ബ്രേക്ക് മുറിക്കാൻ സഹായിച്ച വേണുവിനെ പിടിച്ചെന്ന് നന്ദു കള്ളം പറയുകയും അനാമിക ഭയക്കുകയും ചെയ്യുമ്പോൾ, അതെ, ഞാനാണ് അനിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, നീയും അവനും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്നും അനാമിക കുറ്റം സമ്മതിക്കുമ്പോൾ അനാമികയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. നന്ദുവിനും ഗോവിന്ദനും കനകയ്ക്കുമൊക്കെ അത് വലിയൊരു ആശ്വാസമായി. അനാമികയുടെ അറസ്റ്റിനും അനിയുടെ സുഖം പ്രാപിക്കലിനും ശേഷം കനകയും ഗോവിന്ദനും പിന്നീട് ഒരു പ്രധാന തീരുമാനമെടുക്കുകയാണ്. അവര് നേരിട്ട് ജാനകിയുടെ അടുത്തേക്ക് പോകുന്നു. ഞങ്ങളുടെ മകൾ നന്ദു നിങ്ങളുടെ മകന്റെ ജീവനാണ് രക്ഷിച്ചത്. എന്റെ മകളുടെ സന്തോഷം അനിയാണെന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും ബോധ്യമായി. അവര് പരസ്പരം ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ കനകയും ഗോവിന്ദനും ജാനകിയുടെ വിനയത്തോട് പറഞ്ഞപ്പോൾ ജാനകിക്കാണെങ്കിലും ഇത്രയും കാലം മകനോട് അകൽച്ച കാണിച്ചതിനുള്ള വിഷമം ഉണ്ടായിരുന്നു. നന്ദു അനിയോട് കാണിക്കുന്ന സ്നേഹവും ധൈര്യവും ഒക്കെ ജാനകിയും വല്ലാതെ സ്പർശിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവരോടായിട്ട്, എൻ്റെ മകന്റെ ജീവൻ രക്ഷിച്ച നന്ദുവിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അതുകൊണ്ട് അവരൊന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഈ വിവാഹത്തിന് എനിക്ക് പൂർണ്ണ സമ്മതം. ഒടുവിൽ കാത്തിരുന്ന ആ മുഹൂർത്തം വന്നു. നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹ നിശ്ചയം വളരെ ലളിതമായും എന്നാൽ സന്തോഷത്തോടെയും നടന്നു. അവർ പരസ്പരം മോതിരം കൈമാറി. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ ധീരയായ പോലീസ് ഓഫീസറാണ് നീ എന്ന് പറഞ്ഞ് അനി നന്ദുവിൻ്റെ കൈകളിൽ ചുംബിച്ചു. വർഷങ്ങളായി അവർ ആഗ്രഹിച്ച അവരുടെ പ്രണയം ഒടുവിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അനിയോടുള്ള അനാമികയുടെ പ്രതികാരം അവരെ ഒന്നിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഏതായാലും അനിയും നന്ദുവും അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവരുടെ കല്യാണവും അനന്തപുരിയിലുള്ള എല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി നടത്തി കൊടുക്കുകയാണ്.